ആകാശവാണി ദേവികുളം സ്പൈസ് FM. കിസാൻ വാണി. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ കിസാൻ വാണിയിലേക്ക് സ്വാഗതം. ഏലം കൃഷിയിലും കുരുമുളക് കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന പാമ്പാടുംപാറയിലെ കർഷകനായ ശ്രീ വർഗീസ് മുള്ളൂർ അദ്ദേഹത്തിന്റെ കാർഷിക അനുഭവങ്ങൾ വിവരിക്കുകയാണ് ഇന്നത്തെ കിസാൻ വാണിയിൽ. അദ്ദേഹവുമായി സംസാരിക്കുന്നത് ജോഷി തോമസ്. ഇടുക്കി ജില്ലയിലെ കർഷകർ പൊതുവെ പകലന്തിയോളം അധ്വാനം ചെയ്യുന്ന കർഷകരാണ്. അത്തരത്തിൽ 1980കളുടെ ആരംഭത്തിൽ തന്നെ ഏലം കൃഷി ആരംഭിച്ച ഒരു കർഷകനെയാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത്. ഇടുക്കി ജില്ലയിലെ പാമ്പാടുംപാറയിലെ വർഗീസ് മുള്ളൂർ. അദ്ദേഹത്തിന്റെ കാർഷിക പ്രവർത്തനങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. നമസ്കാരം ചേട്ടാ. നമസ്കാരം. വർഗീസ് ചേട്ടൻ ഏത് വർഷങ്ങളിലാണ് താമസിക്കാൻ തുടങ്ങിയത് ഇവിടെ? 1983 ആണ്ടിലാണ് ഇവിടെ താമസിക്കാൻ തുടങ്ങിയത്. അതുവരെ എവിടെയായിരുന്നു താമസിച്ചിരുന്നത്? അതുവരെ സന്യാസോട, ഇടുക്കി ജില്ലയിൽ തന്നെ ബാലഗിര സന്യാസോട ഭാഗത്തായിരുന്നു. ഈ സന്യാസിയോടയിൽ എത്തുന്നതിന് മുമ്പ് എവിടെയായിരുന്നു താമസം? അതിനു മുമ്പ് എനിക്ക് കൊല്ലം ജില്ലയിലെ ബീ കീപ്പിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് കോൺട്രാക്ട് വ്യവസ്ഥയിൽ ഇങ്ങനെ ജോലിയായിരുന്നു. പ്രചാരണം, പെട്ടി വിതരണം, ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഉള്ള ജോലിയായിരുന്നു കൊല്ലം ജില്ലയിൽ. അപ്പോൾ അന്ന് ഈ തേനീച്ച വളർത്തലില് പരിശീലനമൊക്കെ നേടിയിരുന്നു അല്ലേ? നേടി. അത് എവിടെ നിന്നാണ് കിട്ടിയത്? പരിശീലനം നേടിയത് തിരുവനന്തപുരം ചെങ്കൽ ബീ കീപ്പേഴ്സിന്റെ ആൾക്കാരിൽ നിന്നാണ് അതിന്റെ പരിശീലനം കിട്ടിയത്. അതിന്റെ സർട്ടിഫിക്കറ്റും ഒക്കെ കിട്ടിയായിരുന്നു. അങ്ങനെയാണ് ഇതിനെ പ്രചാരണമായിട്ട് പഠിപ്പിക്കാനായിട്ടുള്ള ഒരു ഇത് കിട്ടിയത്. അപ്പൊ ജനിച്ചു വളർന്നത് എവിടെയാണ്? ജനിച്ചു വളർന്നത് കൂനമാവ്, എറണാകുളം ജില്ലയിലെ കൂനമാവിലായിരുന്നു ജനിച്ചു വളർന്നത് അല്ലേ? അവിടുന്ന് മാതാപിതാക്കളോടൊപ്പമാണോ ഈ സന്യാസിയോടൊക്കെ വന്നത്? മാതാപിതാക്കളോടൊപ്പം സന്യാസോടേക്ക് പോകുന്നത്. ഏത് വർഷമാണ് സന്യാസിയോടയിലെത്തിയത്? സന്യാസിയോടെ 64-ലാണ്, 63-64 വർഷം സന്യാസിയോടെ എത്തിയത്. സന്യാസിയോടയിൽ കുറെ വർഷം, ഏതാണ്ട് 10-20 വർഷം താമസിച്ചു അല്ലേ? താമസിച്ചു. അതിനുശേഷം പാമ്പാടുംപാറയിലെത്തി. പോകുന്നു. ഈ സന്യാസിയോടയിലായിരുന്നപ്പോ എന്തൊക്കെ കൃഷികളാണ് പറമ്പിലുണ്ടായിരുന്നത്? സന്യാസിയോട കൊടി, വാഴക്കൃഷി, പിന്നെ മറ്റ് ചേന, കപ്പ, അങ്ങനെ എല്ലാവിധ പച്ചക്കറി കൃഷികളെല്ലാം ഉണ്ടായിരുന്നു. കാച്ചില്, ചേന. ഈ സന്യാസിയോടയിൽ നിന്ന് ഇങ്ങോട്ട് പോകുന്നത് തന്നെയാണോ അതോ വീട്ടുകാരെല്ലാം ചേർന്നാണോ? എല്ലാം കൂടെ ചേർന്നു. ഞാൻ വിവാഹം കഴിച്ച് എന്റെ 2 കുട്ടികളും ഞാനും ഭാര്യ എല്ലാം കൂടെ കൂടി ഇങ്ങോട്ട് പോകുന്നു. മൂത്ത ആളായതുകൊണ്ട്. സന്യാസിയോടയിൽ വന്ന് ഏതാണ്ട് 10-20 വർഷം താമസിച്ചതിന് ശേഷം പാമ്പാടുംപാറയ്ക്ക് വന്നു. പാമ്പാടുംപാറയ്ക്ക് വന്ന് താമസം ആരംഭിച്ചപ്പോൾ ഇവിടെ പറമ്പിൽ എന്തെങ്കിലും കൃഷികളോ ആദായമോ ഒക്കെ ഉണ്ടായിരുന്നോ? അന്ന് വലിയതായിട്ട് ആദായമൊക്കെ ഇല്ല. അന്നത്തെ കൃഷി തേയില കൃഷിയായിരുന്നു. ഞാൻ വാങ്ങിച്ച സ്ഥലത്തും തേയിലകളായിരുന്നു. അപ്പോൾ തേയില കൃഷി അത് എടുത്തിട്ട് കൊളുന്തൊക്കെ ഇട്ട് നമുക്ക് ആദായം വളരെ കമ്മിയായിട്ട് വരുന്നതാണ്. പിന്നെ അതങ്ങ് നിർത്തി. അങ്ങനെ കൊടിയിട്ടു കഴിഞ്ഞ് പിന്നെ അതും ഇവിടുത്തെ കാലാവസ്ഥയിൽ തണുപ്പ് കാലാവസ്ഥയായതുകൊണ്ട് കൊടിക്കൊരു ഒരുപോലെ എല്ലാ വർഷവും കാവലമില്ലാതായി. അങ്ങനെയാണ് ഏലക്കൃഷി, ഇവിടുത്തെ ഏലക്കൃഷി ഇടുന്നത്. അന്നത്തെ ഏലക്കൃഷി നാടൻ വഴുക്ക ചെടിയായിരുന്നു. അങ്ങനെ ഏലക്കൃഷി വന്നിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു 4-5 വർഷം കഴിഞ്ഞപ്പോഴത്തേന് പുതിയ ഞള്ളാനി ചെടി എന്ന് പറഞ്ഞുള്ള ആ ചെടിയിട്ട് അങ്ങനെ പാതം എടുത്തുകൊണ്ടിരിക്കുന്നു. ഞള്ളാനി ഏലം അല്ലെങ്കിൽ ഏലകൃഷി ആദ്യം വഴുക്ക കുറെ കാലം കൃഷി ചെയ്തു. അതിനുശേഷം ഞള്ളാനി ഇറങ്ങിയപ്പോൾ തന്നെ ഞള്ളാനി ഏലം കൃഷി ചെയ്തു അല്ലേ? ഞള്ളാനി ഏലം കൃഷി ചെയ്തു. എത്ര ഏക്കർ സ്ഥലമുണ്ട് ഇപ്പോൾ? 1 ഏക്കർ സ്ഥലമുണ്ട്. ഈ 1 ഏക്കർ സ്ഥലത്ത് മുഴുവൻ ഞള്ളാനി ഏലമാണ് കൃഷി ചെയ്തത്. ഏലമാണ്. അതിന്റെ ഇടയ്ക്ക് മരത്തിലൊക്കെ കൊടിയിട്ടു. പിന്നെ സൈഡിലൊക്കെ വാഴക്കൃഷിയാണ്. പക്ഷെ വാഴക്കൃഷി വലിയ ബുദ്ധിമുട്ടാണ്. ഈ പന്നി കയറിയെല്ലാം പിന്നെ ഞാലിപ്പൂവൻ വാഴ അതെല്ലാം കുത്തിക്കളയും. ഏത്തവാഴ വെച്ച് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. ഇപ്പം ഞാലിപ്പൂവൻ അതും പന്നിയുടെ ശല്യവും ഭയങ്കര ശല്യമാണ്. പിന്നെ ഇപ്പം വേറെ ഒരു വാഴ വെച്ച പുസാങ്കരി എന്ന് പറഞ്ഞൊരു വാഴ, അത് പന്നിയുടെ ശല്യമില്ല. പക്ഷെ അത് നമുക്ക് വിൽക്കാൻ പറ്റുന്നില്ല. അത് ഭക്ഷിക്കാൻ നല്ലതാണ്. കൊളസ്ട്രോളിനൊക്കെ കുറവുന്ന കായ. ഈ തേനീച്ച കൃഷി അത്തരം കാര്യങ്ങളിൽ പിന്നീട് ഇവിടെ വന്നപ്പോൾ തുടർന്നോ അതോ തേനീച്ച ഞാൻ പിന്നെ ഒരു വർഷം 1000 കിലോ വരെ തേൻ ഉൽപ്പാദിപ്പിക്കുമായിരുന്നു. പക്ഷെ ഇവിടുത്തെ ഏലം കൃഷി ഭയങ്കരമായിട്ട് മരുന്നടിയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇവിടെ തേനീച്ച ഇപ്പം കുറഞ്ഞു. നാച്ചുറലായിട്ട് മരത്തേലൊക്കെ ഇരിക്കുന്നത് മാത്രമേ ഇപ്പം അതിജീവിക്കുന്നുള്ളൂ. കൂട്ടിൽ ഇപ്പം വളർത്താൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആദായം കിട്ടുന്നില്ല. തേനീച്ചകൾ അതിന്റെ അംഗസംഖ്യ കുറഞ്ഞു പോകും മരുന്നടിക്കുന്നത് തോറും. അപ്പൊ അതുകൊണ്ട് ഇപ്പൊ തേനീച്ചയുടെ കൃഷിയും മറ്റു പരിപാടികളൊന്നും ഇല്ല അല്ലേ? ഇല്ല.
നേരത്തെ തേനീച്ചകൾ എന്ന് പറഞ്ഞാൽ എറണാകുളം ഈ മേളയ്ക്കൊക്കെ ഞാൻ എൻ്റെ തേൻ ഉൽപ്പാദിച്ചു. ഭയങ്കര ഡിമാൻഡായിരുന്നു ഇവിടുത്തെ തേൻ. ഇപ്പം അത് ശരിയാകുന്നില്ല. അത് ഏലം കൃഷി ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്? എത്ര അടി അകലത്തിലാണ്? 9 അടി അകലത്തിലാണ് ഞാൻ കൃഷി ചെയ്തത്. 10 അടിയാണ് അതിൻ്റെ കണക്ക്. പക്ഷേ 9 അടി അകലത്തിൽ ആണ് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത് കൃഷി. 9 അടി അകലത്തിൽ. അത് നമ്മൾ ചിമ്പ് നടുകയാണോ ചെയ്തത്? ചിമ്പ് നടുവായിരുന്നു. ആദ്യകാലത്ത് തന്നെ ഈ ഏലം കൃഷി ഇവിടെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ അന്നൊന്നും ഏലക്കായ്ക്ക് ഇത്ര വിലയില്ലല്ലോ. അപ്പോൾ അന്നൊക്കെ എങ്ങനെയാണ് ഇത് തുടർന്ന് കൊണ്ടുപോകാൻ സാധിച്ചത്? പരിചരണമൊക്കെ വളരെ കുറവാണ്. മരുന്നടിക്കുക അന്നത്തെ കാലത്ത് മരുന്നടിയൊന്നും വേണ്ട. ഇല്ല, ഒരു വർഷത്തിലൊരിക്കൽ 2 പനാമൃതം പറഞ്ഞ ഒരു പൊടി അതിൽ കൊടുക്കത്തേ ഉള്ളൂ. ഇപ്പം മാസാമാസം കൊടുക്കണം, മരുന്നടിക്കണം. മാസാമാസം എന്ന് പറഞ്ഞാൽ ഒരേ മരുന്നടിക്കാൻ പാടില്ല. അതായത് പിന്നെ മാറി മാറി അതിൻ്റെതായ ആ രീതിയിലുള്ള മരുന്നടിച്ചു കൊടുക്കണം. അല്ലെങ്കിൽ ഈ കീടങ്ങളെല്ലാം അതിജീവിച്ച് പിന്നെ അറ്റാക്കാവും. അന്നൊക്കെ ഉണ്ടാകുന്ന ഏലക്ക നമ്മൾ പറിച്ചെടുക്കുന്നു, അത് തന്നെ പറിച്ചെടുക്കുന്നു. അന്നൊക്കെ അതപ്പോൾ ഉണങ്ങാൻ എങ്ങനെയാ? സ്റ്റോർ ഉണ്ടായിരുന്നു? സ്റ്റോറുള്ളടുത്ത് കൊണ്ടുവന്ന് കൊടുക്കും. അന്ന് അപൂർവമാണ്, പല സ്ഥലത്തായിരിക്കും. അവിടെ വലിയ എസ്റ്റേറ്റുകാർക്ക് മാത്രമേ അന്ന് സ്റ്റോറുള്ളൂ അല്ലേ? അവിടെ കൊണ്ട് കൊടുത്ത് ഉണക്കിയെടുത്തിട്ട് അതൊരു പിന്നെ നമ്മുടെ ഏലക്കൃഷിക്ക് അന്നത്തെ ചെറുകിട കൃഷിക്ക് ഒരു വളരെ ബുദ്ധിമുട്ടായിരുന്നു കാലത്ത്. അന്ന് ഏലക്ക വിൽക്കാനൊക്കെ എങ്ങനെയായിരുന്നു? എന്തൊക്കെ മാർഗം ഉണ്ടായിരുന്നു? ഏലക്ക ഒന്ന് വിൽക്കാനായിട്ട് ഈ കൈവലയായിട്ട് കൊടുക്കുക. ഈ ഓഷൻ സെന്റർ ഒന്നും അന്നില്ല. ഇല്ല, എല്ലാം കൈവലയായിട്ട് കൊടുക്കുമായിരുന്നു. അന്ന് കടകള് അപൂർവം കടക്കാരെങ്കിലും ഒക്കെ അത് ഇത് എടുക്കുന്നവരുണ്ടായിരുന്നു അല്ലേ? എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവര് പറയുന്ന വിലയ്ക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ എന്നാലും കിട്ടുന്ന ആദായം എന്നുള്ള രീതിയിൽ എടുത്ത് വിറ്റുകൊണ്ടിരുന്നു അല്ലേ? പിന്നീട് ഈ ഏലത്തിന് ഒരു നല്ല ഡിമാൻഡ് വന്നപ്പോഴത്തേക്ക് ഏത് വർഷമൊക്കെ ആയി? നല്ല ഡിമാൻഡ് വന്നത് 90-ാം ആണ്ടൊക്കെ ആയപ്പോഴത്തേനും മൊത്തത്തിൽ നല്ല ഡിമാൻഡായി. എല്ലായിടത്തും ഏലക്കായ എടുക്കുന്ന സെന്ററായി. പിന്നെ ഈ ഓഷൻ സെന്ററുകാർ പിന്നെ ഓരോ സ്ഥലത്ത് ഞങ്ങളുടെ പാമ്പാടം പാറയൊക്കെ അവർ വന്ന് അവരുടെ പിന്നെ ഇത് സെന്റർ ഇട്ടിട്ട് തൂക്കി അവർ അതിൻ്റെ എടുക്കുന്ന ഒരു സംവിധാനമൊക്കെ വന്നതുകൊണ്ടും ഞങ്ങൾക്കൊക്കെ വളരെ പിന്നെ ഗുണമായി. ഈ ഏലം നമ്മൾ നട്ടു കഴിഞ്ഞുള്ള പരിചരണങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത് ആദ്യകാലത്തൊക്കെ? ആദ്യകാലത്ത് പറഞ്ഞാൽ രാസവളം വളരെ കുറവായിരുന്നു അന്നത്തെ കാലത്ത്. അന്ന് ഞങ്ങൾ ആട് വളർത്തും. ആടിന്റെ വളർത്തി ആട്ടിന്റെ ഇത് പിന്നെ കമ്പോസ്റ്റ് ഉണ്ട്, മണ്ണരെ കമ്പോസ്റ്റ് ഉണ്ടാക്കും. അങ്ങനെ കമ്പോസ്റ്റ് ഷെഡ് ഉണ്ടാക്കി അതിന്റെ പശുവിന്റെ ഇതൊക്കെ ഇട്ട് അതിന് കമ്പോസ്റ്റ് ആക്കി ഇട്ട് കൊടുക്കും. അന്നൊക്കെ ഇത് ഈ ഏലത്തിന്റെ ചൂടൊക്കെ ഒരുക്കി ക്ലീനാക്കിയൊക്കെ ഇടുമായിരുന്നു. അന്ന് എല്ലാം ക്ലീനാക്കി ഇടും. അതത് സമയത്തെല്ലാം ക്ലീൻ ചെയ്ത് ഇടും. അന്ന് ഈ പണികളൊക്കെ തന്നെ ചെയ്യുമായിരുന്നു അതോ വേറെ ആളുകളെ കൂട്ടുമായിരുന്നു? അന്ന് ആൾക്കാരെയും കൂട്ടും, തന്നെയും ചെയ്യും. എല്ലാവരും കൂടെ ചെയ്യും. പിന്നീട് ഇതിപ്പം ഈ ഇന്നത്തേതുപോലെ വളരെ വിശാലമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ എത്ര വർഷമായി? വിശാലമായിട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 15 വർഷത്തോളമാകുന്നു വിശാലമായിട്ട്. കൂടുതൽ വിശാലമായിട്ട് തുടങ്ങിയത് ഈ ഒരു 10 വർഷം കഴിഞ്ഞിങ്ങോട്ട്. അപ്പം അന്നേരം ഇതെടുക്കാനായിട്ട് കൂടുതൽ ആൾ വേണം. വിളവുണ്ടാകും തോറും ഏലത്തെ കൂടുതൽ കായ ഉണ്ടാകുമ്പോൾ അതിൻ്റെ അനുസരിച്ചിട്ട് അതിന് പിന്നെ പുറത്തും തമിഴ്നാട്ടിൽ നിന്നുമൊക്കെ ആൾക്കാരെ കൊണ്ടുവന്ന് ചെയ്യിക്കും. പിന്നെ ഈ ഇന്ത്യക്കാരെ അവരെ കൊണ്ടുവന്ന് പഠിപ്പിച്ചൊക്കെ എടുക്കും. അങ്ങനെ ആണ് ചെയ്യുന്നത്. അപ്പൊ ഈ ഏറ്റവും കൂടുതൽ ജോലി ഇത് വരുന്നത് വിളവെടുപ്പിനാണ്. കൂടുതലും ഏലത്തിന് ജോലി വരുന്നത്, ജോലിക്കാരും വേണ്ടി വരുന്നത്. വിളവെടുത്തിട്ട് ഇപ്പോൾ സ്വന്തം സ്റ്റോറിലാണോ ഉണങ്ങുന്നത് അതോ പുറത്ത് കൊണ്ടുപോകണോ? പുറത്ത് കൊണ്ടുപോവാ. സ്വന്തം സ്റ്റോർ ഉണങ്ങണമെങ്കിൽ അതിൻ്റെതായ ചെലവുണ്ട്. ഈ ആൾക്കാരുടെ ഇത് മേടിച്ച് ഉണക്കണം, അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. റീപ്ലാന്റ് ചെയ്തിട്ടുള്ള ഏലമാണല്ലോ. ആദ്യം ഉണ്ടായിരുന്ന ഏലമൊക്കെ മാറ്റിയപ്പം പുതിയ റീപ്ലാന്റ് അല്ലേ? റീപ്ലാന്റ് ചെയ്തിരിക്കുന്നത് 9 അടി അകലത്തിലാണല്ലേ? 9 അടി അകലത്തിലാണ് റീപ്ലാന്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ മരുന്ന് തളിക്കുന്നതൊക്കെ എത്ര ദിവസം കൂടുമ്പോഴാണ്? 27-28 ദിവസത്തിനകം മരുന്ന് തളിച്ചുകൊണ്ടിരിക്കും. പിന്നെ ഇപ്പൊ വളമൊക്കെ ആണെങ്കിൽ തന്നെ ഇപ്പൊ ഈ രാസവളം പിന്നെ പോളിയാർ എന്ന് പറഞ്ഞ് എല്ലാം സമം നൈട്രജൻ അതെല്ലാം ഒരു വർഷത്തിൽ ഒരു 3 സ്പ്രേ കൊടുക്കും. വേനലൊക്കെ ആകുമ്പോഴത്തേനും ഇതെല്ലാം പിന്നെ വളം കലക്കി ഇത്ര കിലോ അനുപാതത്തിൽ കലക്കി ചോട്ടില് വെള്ളം ചേർത്ത് ഒഴിച്ചു കൊടുക്കും. രാസവളം കൂടുതലും ചെടിക്ക് ഇപ്പം ഞങ്ങൾ ഇട്ട് കൊടുക്കുന്നില്ല. അമിതമായിട്ടുള്ള രാസവള പ്രയോഗമില്ല. ഈ ഒരു രീതിയിൽ കുറച്ച് കൊടുക്കുകയാണ്. മറ്റേ നേരത്തെയൊക്കെ ഒന്നും ജോലി ഭാരത്തിന് 1/2 കിലോ 3/4 കിലോ ഒക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. അത് ഭയങ്കര പ്രശ്നം വരും. മഴ കൂടിക്കഴിഞ്ഞാൽ അഴുകൽ വരും, അങ്ങനെയുള്ള പ്രശ്നം. ഏലത്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും കൂടുതൽ ഇവിടുത്തെ കാലാവസ്ഥ മാറിക്കഴിയുമ്പോൾ തണുപ്പൊക്കെ ആകുമ്പോൾ അഴുകൽ രോഗം എന്ന് പറയുന്നത് അതിനുള്ള മരുന്നുകൾ കൊടുക്കും. ഈ ബാക്ടീരിയ, ടൈക്കോടെർമ ഇങ്ങനെയുള്ള സുഡോമോണസ് ഇങ്ങനെയുള്ള മരുന്നുകളും ഞങ്ങൾ കൊടുക്കുന്നുണ്ട്. ഈ വേനൽക്കാലത്ത് നനച്ചു കൊടുക്കാനൊക്കെയുള്ള സൗകര്യമുണ്ടോ? ഉണ്ട്, വെള്ള സൗകര്യമുണ്ട്. കുഴക്കിണറിൽ കുഴിച്ചിട്ട് അതിനകത്ത് ഞങ്ങൾക്ക് ആവശ്യമുള്ള വെള്ളം കിട്ടുന്നുണ്ട്. അങ്ങനെ നനച്ചു കൊടുക്കും ഞങ്ങൾ. അത് മിസ്റ്റ് ഇറിഗേഷൻ ആണോ അതോ? അല്ലാതെ തന്നെ കൊടുക്കും. പിന്നെ ഈ സ്പ്രിംഗ്ലർ, ചെറിയ മൈക്രോ സ്പ്രിംഗ്ലർ അങ്ങനെ കൊടുക്കും. അപ്പോൾ അത് കുഴൽക്കിണറിൽ നിന്ന് നേരിട്ട് കണക്ഷൻ കൊടുക്കുകയാണോ ചെയ്യുന്നത്? കുഴൽക്കിണറിന് ടാങ്കിൽ അടിച്ചിട്ട് ടാങ്കിൽ നിന്ന് കൊടുക്കുക.
സപ്തമേശ കുഴക്കണി വെച്ചിട്ട് അതിനകത്ത് ടാങ്കിയിൽ അടിച്ചിട്ട് ടാങ്കിയിൽ നിന്ന് പിന്നെ മോട്ടർ കൊണ്ട് ഓടിച്ച്. ഏലം കൃഷി ഇപ്പോൾ ആദായകരമാണല്ലേ? ഏലം കൃഷി ആദായകരമാണ്. നമുക്ക് അത് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ഒരു ഉണക്ക് വന്നാലും നശിച്ചു പോയി കഴിഞ്ഞാലും പെട്ടെന്ന് നമ്മൾ 2 വർഷത്തിനകം അതിനുള്ള ആദായം കിട്ടും. റബ്ബറിനെ പോലെ മറ്റ് കൊടിയെ പോലെ ഇതിനെക്കാട്ടി ഏലം ഏറ്റവും മെച്ചം. ഒരു 1.5 വർഷം കൊണ്ട് നമുക്ക് മുടക്കുമുതൽ ഏകദേശം കിട്ടുന്ന രീതിയിലുള്ള ആദായം കിട്ടിക്കൊണ്ടിരിക്കും. ഏലം വില തീരെ കുറഞ്ഞു പോകാതിരുന്നാൽ മാത്രം മതി അല്ലേ? വില കുറയായിരുന്നാൽ മതി. പിന്നെ അമിതമായിട്ട് കാലാവസ്ഥ വ്യതിയാനം ഉണ്ടായി കഴിയുമ്പോൾ അമിതമായ കാറ്റ് ഇത് വന്നു കഴിഞ്ഞാൽ ഇതിനെ ബാധിക്കും. അടിച്ച് ചിമ്പൊക്കെ അടിച്ച് ഒടിച്ചു കളയുമ്പോൾ നമ്മുടെ ആദായത്തിന് വ്യത്യാസം വരും. അല്ലാതെ വേറെ വെള്ളമില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. വീട്ടിലാർക്കുണ്ട്? വീട്ടിൽ ഭാര്യ, ഒരു മകനും ഒരു മകളുമായിരുന്നു. മകളെ കെട്ടിച്ചു. കാലിവളർത്തലൊക്കെ എന്തെങ്കിലും ഉണ്ടോ? കാലി ഇപ്പൊ ആടേ ഉള്ളൂ. എത്ര ആടുകളുണ്ട്? ആട് ഇപ്പൊ ഒരു 4 ആടുണ്ട്. നേരത്തെ കൂടുതലുണ്ടായിരുന്നു, ഇപ്പം കുറച്ച്. മാടിന്റെ ഇതിന്റെ കമ്പോസ്റ്റ് ഉണ്ട് എനിക്ക്. അപ്പൊ ആട്ടിന്റെ ഇതിട്ട് അതിന്റെ വേസ്റ്റ് എല്ലാം കമ്പോസ്റ്റ് ഇടും. ആട്ടിൻ്റെയൊക്കെ കമ്പോസ്റ്റ് ഒഴിക്കാതെ ഇട്ട് കൊടുക്കും. അതിന് 25 അടി നീളം 7 അടി വീതിയിലുള്ള കമ്പോസ്റ്റ് കുഴിയുണ്ട്. ആ വളം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് ഏലം കായ ഉണ്ടാവും അല്ലേ? കമ്പോസ്റ്റ് നനയ്ക്കുമ്പോൾ അതിന്റെ വെള്ളം വരും. അതിനെ ഈ വാഷ് എന്ന് പറയും. അത് സ്പ്രേ ചെയ്തൊക്കെ കൊടുക്കാം. ഏലത്തിന് നനച്ച് ഇലയിൽ കൂടെ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. വലിയ ഗുണമുണ്ട് അതൊക്കെ കൊണ്ട്. കുരുമുളക് ഏലത്തിന്റെ ഇടയ്ക്കാണ് കൃഷി ചെയ്തിട്ടുള്ളത് അല്ലേ? മരങ്ങൾ ഇട്ടുകൊടുത്തിരിക്കുക. ഷെയ്ഡെല്ലാം മാറ്റിയിട്ട് അതേ കൂടെ ഇട്ട് കയറ്റിയിട്ടുണ്ട്. ഏതൊക്കെ കുരുമുളക് ഇനങ്ങളുണ്ട്? കുറ്റനാടനുണ്ട്, കരിമുണ്ടയുണ്ട്, വെള്ളനാമന്, കരിമുണ്ട, കൊച്ചിനാടൻ. പിന്നെ ഈ പന്നിയൂറിന്റെ ഒരു 9 നമ്പർ അതിന്റെ വേർതിരിച്ചിട്ട് പന്നിയൂർ 9 എന്ന് പറഞ്ഞൊരു കൊടി അതിന് വലിയ കുഴപ്പമില്ല. പന്നിയൂർ 9 കുട്ടനാടാണ് ഏറ്റവും നല്ലത് അല്ലേ? കൊറ്റനാട് മരത്തിൽ നല്ലപോലെ കയറും. പെട്ടെന്ന് കീടം വരത്തില്ല, പെട്ടെന്ന് കയറിക്കോളും. നന്നായിട്ട് കായും കിട്ടും. പഠനം വിദ്യാഭ്യാസമൊക്കെ എവിടെയായിരുന്നു? പഠനം ഫാദറൊരു കോൺട്രാക്ടറായിരുന്നു. അപ്പൊ അങ്ങനെ പുനലൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, പുനലൂർ ഹയർ സെക്കൻഡറി, അന്ന് ഹയർ സെക്കൻഡറി അവിടെ ഞാൻ പഠിച്ചു. 8ാം ക്ലാസ് വരെ അവിടെ പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിട്ട് മുണ്ടിയേരി ഏതുവരെ പഠിച്ചു? മുണ്ടിയേരി ഞാൻ ഒരു 9ാം സ്റ്റാൻഡേർഡ് വരെ പോയുള്ളൂ അന്നത്തെ കാലത്ത്. ഇപ്പൊ ഏലം കൃഷിയും അതുപോലെ കുരുമുളക് കൃഷിയൊക്കെ ആയിട്ട് സന്തോഷമായിട്ട് പോകുന്നു അല്ലേ? സന്തോഷമായിട്ട് പോകുന്നു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ സഹായം കിട്ടുന്നുണ്ടോ? അത് കിട്ടും. അതിന്റെ അപേക്ഷ വെച്ച് അതിന് കിട്ടുന്നുണ്ട്. കൃഷി ഓഫീസിൽ നിന്നൊക്കെയുള്ള സഹായങ്ങൾ എന്തെങ്കിലുമൊക്കെ കിട്ടുന്നുണ്ടോ? ഇല്ല, കൃഷി ഓഫീസിനുള്ള സഹായം എന്ന് പറയുമ്പോൾ ഞാൻ ഇതൊക്കെ കമ്പോസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ പോകുന്നില്ല. എനിക്ക് ഇതുകൊണ്ട് അവിടെ കമ്പോസ്റ്റ് വിളവ് കൊടുക്കും. അപ്പൊ ഇതൊക്കെ ഉള്ളത് ഞാൻ പോകുന്നില്ല. അപ്പൊ ഈ കമ്പോസ്റ്റിന്റെ ഇത് വന്നപ്പോഴത്തേന് അവരുടെ ഇതോടുകൂടിയാണ് കമ്പോസ്റ്റ് ഷെഡ് ഉണ്ടാക്കാനായിട്ട് ഒരു സബ്സിഡി കിട്ടിയത്. ഇവിടെ വരുമ്പോൾ ആദ്യ കാലത്തുണ്ടായിരുന്നതിലും ഒരുപാട് സൗകര്യങ്ങളൊക്കെ ഇന്നിപ്പം കൂടുതലായിട്ട് മെച്ചപ്പെട്ടിട്ടുണ്ടോ? മെച്ചപ്പെട്ടിട്ടുണ്ട്. അന്നത്തെ കാലം നല്ല മെച്ചപ്പെട്ടിട്ടുണ്ട്. സംഗതിയൊക്കെ എല്ലാ വിധത്തിലുള്ള സൗകര്യങ്ങളായിട്ടുണ്ട് ഇപ്പോഴല്ലേ? ആയിട്ടുണ്ട്. അപ്പോൾ സന്തോഷമായിട്ട് പോകുന്നു. പാമ്പാടുംപാറ പഞ്ചായത്തിലെ പാമ്പാടുംപാറയിൽ തന്നെ ഏലം അതുപോലെ കുരുമുളക് എന്നീ കൃഷികളിലും സജീവമായി ശ്രദ്ധിക്കുന്ന ഒരു മുതിർന്ന കർഷകനായ ശ്രീ വർഗീസ് മുല്ലൂരാണ് ഇത്രയും നേരം തന്റെ കാർഷികാനുഭവങ്ങൾ നമ്മോട് പങ്കുവച്ചത്. ഇത്തരം കാര്യങ്ങൾ ശ്രോതാക്കൾക്ക് വേണ്ടി പങ്കുവച്ചതിന് നന്ദി. ഏലം കൃഷിയിലും കുരുമുളക് കൃഷിയിലും സജീവമായി ശ്രദ്ധിക്കുന്ന പാമ്പാടുംപാറയിലെ കർഷകനായ ശ്രീ വർഗീസ് മുള്ളൂരുമായി ഇതുവരെ സംസാരിച്ചത് ജോഷി തോമസ്. കിസാൻ വാണിയിൽ ഇനി കാർഷിക അറിവുകൾ കേൾക്കാം. ഔഷധ സസ്യങ്ങൾ. രാമച്ചം. മലമുകളിലും കുറ്റിക്കാടുകളിലും കാണുന്ന രാമച്ച ചെടിയുടെ വേരിൽ നിന്നാണ് പൗരസ്ത്യ സുഗന്ധദ്രവ്യങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാമച്ച തൈലം ലഭിക്കുന്നത്. വിശറി ഉണ്ടാക്കാനും നറുമണം പരത്തുന്ന തട്ടികൾ നിർമ്മിക്കുന്നതിനും കുടിവെള്ളത്തിന് സുഗന്ധം ലഭിക്കുന്നതിനും രാമച്ചത്തിൻ്റെ വേര് പുരാതന കാലം മുതൽ ഉപയോഗിച്ചു വരുന്നു. സോപ്പ് നിർമ്മാണത്തിലും വാസന തൈലങ്ങൾക്കും രാമച്ചം ആവശ്യമായ ഒരു ഘടകമാണ്. മണ്ണിനടിയിലുള്ള സുഗന്ധമുള്ള ഒരു കിഴങ്ങിൽ നിന്നാണ് തണ്ട് തുടങ്ങുന്നത്. തണ്ടിൻ്റെ മണ്ണിനടിയിലെ ഭാഗമായ കിഴങ്ങിൽ നിന്ന് ധാരാളം നാരുവേരുകൾ കാണാം. വളരെ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ തന്നെ ആദായം ഉണ്ടാക്കിത്തരാൻ രാമച്ചത്തിന് കഴിയും. മിക്കവാറും എല്ലാത്തരം മണ്ണിലും രാമച്ചം കൃഷി ചെയ്യാവുന്നതാണ്. അനുയോജ്യമായ ഊഷ്മാവും ഈർപ്പവുമുണ്ടെങ്കിൽ കൂടുതൽ വേര് ലഭിക്കും. കൃഷിരീതി. മഴക്കാലം കഴിഞ്ഞാലുടൻ നടാനുദ്ദേശിക്കുന്ന ഭാഗം വൃത്തിയാക്കി മണ്ണ് നന്നായി ഇളക്കണം. വേര് വെട്ടിമാറ്റിയ ശേഷം പഴയ മൂട്ടിൽ നിന്ന് കിഴങ്ങോടുകൂടി അടർത്തിയെടുക്കുന്ന 15 മുതൽ 20 സെൻറ്റിമീറ്റർ വരെ നീളമുള്ള ചെടികളാണ് നടീൽ വസ്തു. രാമച്ചം സാധാരണ വിളവെടുക്കുന്നത് വേനൽക്കാലത്താണ്. ഈ സമയത്താണ് വേരിൽ ഏറ്റവും കൂടുതൽ തൈലം ലഭിക്കുന്നത്.
വേര് പിഴുതെടുക്കുന്നതിന് മുമ്പ് ചെടികളുടെ ഇലകളും തണ്ടും 15 സെൻറ്റിമീറ്റർ മുതൽ 20 സെൻറ്റിമീറ്റർ വരെ ഉയരത്തിൽ മുറിച്ചു മാറ്റണം. ചെടികളുടെ മൂട്ടിൽ നിന്ന് 60% വേര് ലഭിക്കും. ബാക്കി മണ്ണിൽ പൊട്ടിയിരിക്കുന്ന ഭാഗങ്ങൾ മണ്ണിളക്കി ശേഖരിക്കാവുന്നതാണ്. വിത്ത് മുളപ്പിച്ചും തൈകൾ ഉൽപ്പാദിപ്പിക്കാം. ജനുവരി ആദ്യ വാരത്തിൽ വിത്ത് പാകാം. വർഷകാലത്തിൻ്റെ തുടക്കത്തിൽ മുളപ്പിച്ച തൈകൾ മാറ്റി നടാവുന്നതാണ്. ഏകദേശം 35 സെൻറ്റിമീറ്റർ ഉയരത്തിൽ സ്ഥലത്തിൻ്റെ വിസ്തീർണത്തിനനുസരിച്ച് തടങ്ങൾ തയ്യാറാക്കിയതിനു ശേഷം 30 സെൻറ്റിമീറ്റർ അകലത്തിൽ തൈകൾ നടുക. ചാക്കുകളിൽ മണ്ണ് നിറച്ചും കൃഷി ചെയ്യാവുന്നതാണ്. ഇപ്രകാരം 1 ഹെക്ടർ സ്ഥലത്ത് ഏകദേശം 2 മുതൽ 2.5 ലക്ഷം വരെ തൈകൾ നടാവുന്നതാണ്. കാലാകാലങ്ങളിൽ കളകൾ മാറ്റുകയും മണ്ണ് ചെറുതായി ഇളക്കി കൊടുക്കുകയും വളപ്രയോഗം നടത്തുകയും ചെയ്യണം. ചാരം, കമ്പോസ്റ്റ്, ചാണകപ്പൊടി, നിലക്കടല പിണ്ണാക്ക്, മീൻവളം എന്നിവ ഉപയോഗിക്കാവുന്നതാണ്. വിളവെടുപ്പ്. 10 മാസം മുതൽ 12 മാസം വരെ പ്രായമുള്ള ചെടികളാണ് വിളവെടുപ്പിന് അനുയോജ്യം. പുൽത്തൈലം മാറ്റുന്നതിന് 15 മാസം മുതൽ 18 മാസം വരെ പ്രായമുള്ള ചെടികളിൽ നിന്ന് വേനൽക്കാലത്ത് വേരുകൾ ശേഖരിക്കാം. 1 കിലോ ഉണങ്ങിയ രാമച്ചത്തിന് 26 രൂപ വിലയുണ്ട്. 1 കിലോഗ്രാം പച്ചവേരിന് 35 രൂപ മുതൽ 50 രൂപ വരെ ലഭിക്കും. കൃഷിയിടങ്ങളിൽ ഒരു ഇടവിളയായി ഇത് ചെയ്താൽ വലിയ ശ്രദ്ധ കൊടുക്കാതെ തന്നെ ആദായം ലഭിക്കും. തിപ്പലി. കേരളത്തിലെ മണ്ണും കാലാവസ്ഥയും തിപ്പലി കൃഷിക്ക് അനുയോജ്യമാണ്. ഭാഗികമായി മാത്രം സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലം വേണം തിരഞ്ഞെടുക്കാൻ. അതുകൊണ്ട് തിപ്പലി റബ്ബർ മരങ്ങളുടെ ഇടയിലും തെങ്ങിൻ്റെ ഇടയിലും നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്ന ഔഷധ സസ്യമാണ്. കൃഷിരീതി. കേരളത്തിലെ വനപ്രദേശങ്ങളിൽ വൻമരങ്ങളുടെ തണലിൽ തിപ്പലി സമൃദ്ധമായി വളരുന്നുണ്ട്. തിപ്പലിയുടെ തണ്ട് മുറിച്ചു വെച്ചാണ് വംശവർധന നടത്തുന്നത്. മുറിച്ച വള്ളികൾ 1-2 മുട്ട് മണ്ണിനടിയിൽ വരത്തക്ക വിധം പോളിത്തീൻ കവറുകളിൽ നട്ട് വേര് പിടിപ്പിച്ചതിന് ശേഷം മാറ്റി നടുന്നതാണ് ഉത്തമം. കൃഷി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നന്നായി കിളച്ച് കട്ടകൾ ഉടച്ച ശേഷം 3 മീറ്റർ നീളവും 3 മീറ്റർ വീതിയുമുള്ള തവാരണകൾ ഉണ്ടാക്കുന്നു. അതിൽ 2 അടി അകലത്തിൽ കുഴികൾ എടുക്കുക. ഉണങ്ങിയ ചാണകപ്പൊടി, എല്ലുപൊടി ഇവ മണ്ണുമായി ഇളക്കി ചേർത്ത മിശ്രിതം കുഴികളിൽ ഇട്ട ശേഷം തൈകൾ നടാം. ജലസേചനവും വളപ്രയോഗവും നടത്തണം. ചാരം ചേർത്താൽ ഉൽപ്പാദനം വർദ്ധിക്കും. വിളവെടുപ്പ്. നട്ട് 6 മാസം കഴിയുമ്പോൾ തന്നെ നന്നായി പടർന്നു വളരാൻ തുടങ്ങുന്ന ചെടികളിൽ പൂക്കുലകൾ അഥവാ തിരികൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങും. ഈ തിരികൾ പാകമാകുമ്പോൾ പറിച്ചെടുത്ത് വെയിലത്ത് ഉണക്കിയെടുക്കുക. ഉണക്കുമ്പോൾ കുമിളുകൾ വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഉണങ്ങിയ തിരികൾ ഈർപ്പരഹിതമായ പാത്രങ്ങളിൽ സൂക്ഷിക്കാം. കായ്കൾ മൂപ്പെത്തുന്നതിനനുസരിച്ച് വർഷം മുഴുവനും തിപ്പലിയിൽ നിന്ന് വിളവെടുക്കാൻ സാധിക്കും. ഏകദേശം 3 വർഷം വരെ തുടർച്ചയായി തിരി ലഭിക്കും. കറ്റാർ വാഴ. കറ്റാർ വാഴയ്ക്ക് ഏറ്റവും പറ്റിയ കാലാവസ്ഥ നല്ല വരണ്ട പ്രദേശമാണ്. മണ്ണ് ഫലഭൂയിഷ്ടമല്ലെങ്കിൽ പോലും ഈ ചെടി വളർത്താൻ സാധിക്കും. തെങ്ങിൻ തോപ്പുകളിൽ ഇടവിളയായും കൃഷി ചെയ്യാവുന്നതാണ്. 2 അടി സമചതുരത്തിലുള്ള കുഴികളിൽ ഉണങ്ങിയ ചാണകപ്പൊടിയും ഇലവളവും നിറച്ച് തൈകൾ നടണം. വളർന്ന ചെടിയുടെ ചുവട്ടിൽ നിന്നും കിളിർക്കുന്ന തൈകൾ ഉപയോഗിച്ചാണ് ഈ ചെടിയുടെ വംശവർധന. തൈകൾ തമ്മിൽ 2 മുതൽ 2.5 അടി വരെ അകലം വേണം. അധികം പരിചരണം ആവശ്യമില്ലാത്ത ഒരു ഔഷധ ചെടിയാണിത്. 6 മാസം പ്രായമായ ചെടികളിൽ നിന്നും അടിയിലുള്ള പോളകൾ മുറിച്ചു തുടങ്ങാം. വിളവെടുക്കുന്നതിനനുസരിച്ച് ജൈവവളം ചേർത്ത് മണ്ണ് കയറ്റി കൊടുക്കണം. ഇങ്ങനെ തുടർച്ചയായി 3 മുതൽ 4 വരെ വർഷം വിളവെടുക്കാവുന്നതാണ്. കരിങ്കുറിഞ്ഞി. തണ്ട് മുറിച്ച് നട്ടാണ് വംശവർധനവ് നടത്തുന്നത്. പോളിത്തീൻ കവറുകളിൽ തയ്യാറാക്കിയ തൈകൾ മഴ സമയത്ത് കൃഷിസ്ഥലങ്ങളിലേക്ക് മാറ്റി നടാം. നടാനുദ്ദേശിക്കുന്ന സ്ഥലത്ത് കരിയിലവളം, ചാണക കമ്പോസ്റ്റ് ഇവ ചേർത്ത് മണ്ണിളക്കിയതിന് ശേഷം 80 സെൻറ്റിമീറ്റർ വീതി വരത്തക്ക വിധത്തിലുള്ള പണകൾ തയ്യാറാക്കുക. ഈ പണകളിൽ ഏകദേശം 1 അടി അകലത്തിൽ തൈകൾ നടാവുന്നതാണ്. ആവശ്യത്തിന് ജലസേചനം നടത്തുകയും 3 മാസത്തിലൊരിക്കൽ ചാണകപ്പൊടി, ചാരം ഇവ ചേർത്ത് മണ്ണ് കൂട്ടിക്കൊടുക്കുകയും ചെയ്യാം. 1 വർഷം കഴിയുമ്പോൾ ഇവയുടെ വേരുകൾ ശേഖരിച്ചു തുടങ്ങാം. വേരുകൾ ഉണക്കി സൂക്ഷിക്കാം. ചിറ്റമൃത്. തണ്ട് മുറിച്ച് നട്ടാണ് ചിറ്റമൃത് വെച്ച് പിടിപ്പിക്കുന്നത്. നീർവാർച്ചയുള്ളതും ജൈവാംശം കൂടുതലുള്ളതുമായ മണ്ണിൽ ചിറ്റമൃത് നന്നായി വളരുന്നു. കൃഷിസ്ഥലം നന്നായി ഉഴുതുമറിച്ച് ചാണകപ്പൊടി ചേർക്കണം. 1.5 അടി മുതൽ 2.5 അടി വരെ ഉയരത്തിലുള്ള തവാരണകളിൽ ചെറിയ കുഴികളെടുത്ത് തൈകൾ നടാം. തൈകൾ തമ്മിൽ 1.5 അടി അകലമെങ്കിലും ഉണ്ടായിരിക്കണം. തൈകൾ വള്ളി വീശുന്നതിനനുസരിച്ച് പന്തലിട്ട് കൊടുക്കണം. ആവശ്യത്തിന് ജലസേചനവും വളപ്രയോഗവും നടത്തണം. 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമായ ചെടിയിൽ നിന്നും തണ്ടുകൾ ശേഖരിക്കാം.
തണ്ടുകൾ നിശ്ചിത നീളത്തിൽ മുറിച്ച് ഉണക്കി ഉപയോഗിക്കാം. അമൃതവള്ളി പച്ചയായും ഉപയോഗിക്കുന്നു. ഇഞ്ചി. ജൈവാംശം കൂടുതലുള്ള മണ്ണാണ് കൃഷിക്ക് അനുയോജ്യമായിട്ടുള്ളത്. ഏകദേശം 3 മുതൽ 5 സെൻറ്റിമീറ്റർ വരെ നീളമുള്ളതും ഉണങ്ങിയതും ഒരു നല്ല മുകളമെങ്കിലും ഉള്ളതുമായ ഇഞ്ചിയുടെ കഷ്ണങ്ങളാണ് കൃഷിക്ക് ഉപയോഗിക്കുന്നത്. ഏകദേശം 30 സെൻറ്റിമീറ്റർ ഉയരമുള്ള തവാരണകൾ തയ്യാറാക്കിയതിനു ശേഷം അതിൽ ചെറിയ കുഴികളെടുത്ത് ഇഞ്ചിയുടെ പ്രകന്ധങ്ങൾ പാകാം. കൃഷിസ്ഥലം ഉഴുതു തയ്യാറാക്കുമ്പോൾ ആവശ്യത്തിന് ഇലവളം, കാലിവളം ഇവ ചേർക്കുകയും ചെയ്യണം. കരിയിലകൾ കൊണ്ട് പുതയിട്ട് നനയ്ക്കണം. ഏകദേശം 6 മാസം പ്രായമായ ചെടികളിൽ നിന്നും പ്രകന്ധങ്ങൾ നിയന്ത്രിതമായ രീതിയിൽ ശേഖരിക്കാം. തൊലിയുള്ളതും തൊലി കളഞ്ഞുണക്കിയും ഉണക്കിപ്പൊടിച്ചും പലവിധത്തിൽ ഇഞ്ചി ഉപയോഗിക്കാം. മഞ്ഞൾ. വളരെയധികം പ്രാധാന്യമുള്ള ഒരു സുഗന്ധവ്യഞ്ജന വിളയാണ് മഞ്ഞൾ. കേരളീയരുടെ ഭക്ഷണത്തിൽ മഞ്ഞൾ ഒരു പ്രധാന ചേരുവയാണ്. ചതുപ്പു സ്ഥലങ്ങളിൽ കൂടുതലായി കൃഷി ചെയ്യപ്പെടുന്നു. നീർവാർച്ചയുള്ളതും ജൈവാംശം അടങ്ങിയതുമായ മണ്ണാണ് മഞ്ഞൾ കൃഷിക്ക് അനുയോജ്യം. ഭൂഖണ്ഡങ്ങളാണ് നടീൽ വസ്തുവായി ഉപയോഗിക്കുന്നത്. ചാണകപ്പൊടിയും വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൃഷിസ്ഥലം ഉഴുത് മണ്ണ് നിരത്തണം. ഇതിൽ 1.5 മീറ്റർ വീതിയും 20 മുതൽ 25 സെൻറ്റിമീറ്റർ വരെ പൊക്കവുമുള്ള തവാരണകൾ ഉണ്ടാക്കുക. ഈ തവാരണകളിൽ ചെറിയ കുഴികളെടുത്ത് വിത്ത് മഞ്ഞൾ പാകണം. മഞ്ഞൾ നട്ടയുടൻ പച്ചില ഉപയോഗിച്ച് പുതയിടണം. ദിവസേന നനയ്ക്കുകയും വേണം. 1 മാസത്തിനകം തൈകൾ വളർന്നു തുടങ്ങുന്നു. 2 മാസത്തിലൊരിക്കൽ ജൈവവള പ്രയോഗം നടത്തണം. നട്ട് 7 മുതൽ 8 മാസങ്ങൾക്ക് ശേഷം ഇലകൾ കരിഞ്ഞു തുടങ്ങും. ഈ സമയത്ത് വിളവെടുപ്പ് നടത്താം. വിളവെടുത്ത മഞ്ഞൾ വെള്ളത്തിലിട്ട് വേവിച്ച് വാർത്തെടുത്തതിന് ശേഷം 5 മുതൽ 6 വരെ ദിവസം വൃത്തിയുള്ള സിമൻറ്റ് തറയിലിട്ട് ഉണക്കിയ ശേഷം വിപണനം നടത്താം. ഇനി ചില മല്ലി വിശേഷങ്ങൾ. മല്ലി എന്നും കൊത്തസാലരി എന്നും അറിയപ്പെടുന്ന ഈ സുഗന്ധവ്യഞ്ജന സസ്യം അംബലിഫെറ എന്ന സസ്യകുലത്തിലെ അംഗമാണ്. ആംഗലേയ ഭാഷയിൽ കൊറിയാൻഡർ സീഡ് എന്നറിയപ്പെടുന്ന മല്ലിക്ക് ദേവഭാഷയായ സംസ്കൃതത്തിൽ ധാനക എന്നാണ് പേര്. നമ്മുടെ കറിക്കൂട്ടുകളിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത സ്ഥാനമാണ് മല്ലിക്കുള്ളത്. മല്ലി എക്കാലത്തും കൃഷി ചെയ്യാവുന്നതാണെങ്കിലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ സാധാരണയായി സെപ്റ്റംബർ, ഒക്ടോബർ മാസങ്ങളിലാണ് വിത്തിറക്കാറ്. എല്ലാ വീടുകളിലും അടുക്കളയിൽ എപ്പോഴും സൂക്ഷിക്കുന്ന ഒരു വസ്തുവാണ് മല്ലി. കറിക്കൂട്ടുകളിൽ നാം സ്ഥിരമായി ഉപയോഗിക്കുന്ന മല്ലി ഒരു ഗൃഹൌഷധി കൂടിയാണ്. നാം കഴിക്കുന്ന നിരവധി ആയുർവേദ ഔഷധങ്ങളിൽ പ്രധാന ചേരുവയായി മല്ലിയെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. എന്നു മാത്രമല്ല, പണ്ടത്തെ മുത്തശ്ശി വൈദ്യത്തിലെ ഒരു പ്രധാന ഘടകമാണ് ഈ സുഗന്ധവ്യഞ്ജനം. ഉദരസംബന്ധമായ മിക്ക അസുഖങ്ങൾക്കും പനി, ജലദോഷം എന്നിവയ്ക്കും പ്രകൃതിദത്തമായ ഒരു ഉത്തമ ഔഷധമാണ് മല്ലി എന്ന വൈദ്യശാസ്ത്ര വിശകലനം വിസ്മരിക്കാതിരിക്കുക. മല്ലിയിലയും ഇഞ്ചിയും കൂട്ടി ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചാൽ ദഹനക്കുറവ്, വിശപ്പില്ലായ്മ, വിരശല്യം, ഗ്യാസ് ട്രബിൾ, പുളിച്ചു തികട്ടൽ എന്നിവയ്ക്ക് ആശ്വാസം ലഭിക്കും. പഴകിയ വയറുകടി, ഛർദി, ദഹനക്കേട് എന്നിവയ്ക്ക് 1 ഗ്ലാസ് മോരിൽ 1 ടേബിൾ സ്പൂൺ മല്ലിയില നീര് ചേർത്ത് ദിവസവും 2 നേരം വീതം 4 ദിവസം തുടർച്ചയായി കഴിച്ചാൽ മതി. സന്ധിവാത രോഗികളുടെ നീർക്കെട്ട് കുറയ്ക്കുവാനും അതുവഴി വേദനയിൽ നിന്ന് ആശ്വാസം ലഭിക്കുവാനും മല്ലി സഹായിക്കും. മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടെ കുടിവെള്ളമായി ഉപയോഗിക്കണം. വയറിളക്കം മാറിക്കിട്ടാൻ 2 ടീസ്പൂൺ ഉണങ്ങിയ മല്ലി നന്നായി കഴുകി മൺചട്ടിയിലിട്ട് വറുക്കുക. മല്ലി ചുവപ്പ് നിറമാകുമ്പോൾ 1 ഗ്ലാസ് വെള്ളം ചട്ടിയിലൊഴിക്കുക. വെള്ളം നന്നായി തിളച്ചു കഴിയുമ്പോൾ ഇറക്കി വയ്ക്കുക. ഈ വെള്ളം ഊറ്റിയെടുത്ത് ചെറു ചൂടോടെ കഴിച്ചാൽ വയറിളക്കത്തിന് ശമനം തീർച്ച. പ്രമേഹ രോഗികളിൽ ഇൻസുലിൻ ഉൽപ്പാദനം മെച്ചപ്പെടുത്തുന്നതിലൂടെ രക്തത്തിലെ പഞ്ചസാരയുടെ നില നല്ല അവസ്ഥയിലാക്കാൻ മല്ലിക്കുള്ള കഴിവ് ഒന്ന് വേറെ തന്നെയാണ്. ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കുകയും നല്ല കൊളസ്ട്രോൾ ഉയർത്തുകയും ചെയ്യുന്നതിലൂടെ ഹൃദയത്തിന് വേണ്ട ആരോഗ്യവും സംരക്ഷണവും നൽകാൻ കഴിവുണ്ടെന്ന് വൈദ്യശാസ്ത്ര പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. അതുപോലെ കൊത്തമല്ലി ചെടിയും നെല്ലിക്കയും ഇട്ട് തിളപ്പിച്ച വെള്ളം ധാര ചെയ്താൽ ഉഷ്ണം കൊണ്ടുണ്ടാകുന്ന കണ്ണെരിച്ചിൽ, കൺകലക്കം എന്നിവയ്ക്ക് ശമനം ലഭിക്കുന്നതാണ്. മല്ലി, ഏലക്ക, ജീരകം എന്നിവ തുല്യ അളവിലെടുത്ത് പൊടിച്ച് ഒരു കുപ്പിയിൽ സൂക്ഷിക്കുക. ഇതിൽ നിന്ന് 1 ടീസ്പൂൺ പൊടിയെടുത്ത് 1 ടീസ്പൂൺ തേനിൽ ചാലിച്ച് ഭക്ഷണത്തിന് ശേഷം നിത്യവും കഴിച്ചാൽ ദഹനക്കുറവിനെ ഭയപ്പെടേണ്ടതില്ല. മല്ലിയിട്ട് തിളപ്പിച്ച വെള്ളം ദിവസവും കുടിക്കുന്നത് ശരീരരക്ഷയ്ക്കും ശരീരാരോഗ്യത്തിനും ഏറെ ഗുണം ചെയ്യും. കൊത്തമല്ലി കഷായം കവിൾ കൊള്ളുന്നതും കഷായം ഉള്ളിലേക്ക് കഴിക്കുന്നതും വായ്പുണ്ണിനും വായ്നാറ്റത്തിനും ഫലം ചെയ്തു കാണാറുണ്ട്.
മല്ലിയില ചവച്ചു തുപ്പിയാൽ മോണപഴുപ്പും പല്ല് ദ്രവിക്കുന്നതും തടയാൻ സഹായിക്കും. മല്ലിച്ചെടിയുടെ നീരിൽ പച്ചമഞ്ഞൾ അരച്ച് മുഖത്ത് തേച്ചാൽ മുഖക്കുരു മാറുമെന്ന് മാത്രമല്ല, മുഖത്തെ കറുത്ത പാടുകളും ഇല്ലാതാകും. മുഖകാന്തി നല്ലതുപോലെ വർദ്ധിക്കുകയും ചെയ്യും. ചർമ്മരോഗങ്ങളെ അകറ്റുവാനും മല്ലി ഫലപ്രദമാണ്. മല്ലിയില ഏത് കറിയിലും ചേർക്കാവുന്നതാണ്. പ്രത്യേകിച്ച് മാംസക്കറികളിൽ ഉപയോഗിച്ചാൽ അത്തരം കറികളിൽ രുചിയും വാസനയും നല്ലതുപോലെ വർദ്ധിക്കുന്നതാണ്. മല്ലിയിലയും ഇഞ്ചിയും അരച്ചു ചേർത്ത് ചമ്മന്തി ഉണ്ടാക്കി കഴിച്ചാൽ അജീർണം, ദഹനക്കേട്, വായുകോപം, വിരദോഷം എന്നിവ അകലുന്നതാണ്. അടിയന്തര രോഗഘട്ടങ്ങളിൽ മല്ലിയില നീര് ഒരു രോഗശമനൌഷധമായി ഉപയോഗിക്കാമെന്ന് റോസർട്ട് ഹെയ്ലിംഗ് എന്ന വിദേശ ശാസ്ത്രജ്ഞൻ ആധികാരികമായി തന്നെ അദ്ദേഹത്തിൻ്റെ വൈദ്യ പഠനങ്ങളിൽ സമർത്ഥിക്കുന്നുണ്ട്. വ്രണങ്ങൾക്കും കുരുക്കൾക്കും കൊത്തമല്ലി അരച്ച് പാട്ടീസായി ഉപയോഗിക്കാവുന്നതാണ്. ചർമ്മ സൗന്ദര്യത്തിനും മല്ലി ഫലപ്രദമാണ്. മല്ലിയിലയുടെ നീരിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് മുഖത്ത് പുരട്ടുക. കാലത്തെണീറ്റതും ഈ മിശ്രിതം കഴുകിക്കളയുക. ഈ പ്രക്രിയ 1 മാസക്കാലത്തോളം ആവർത്തിച്ചാൽ മുഖക്കുരു, ചർമ്മ വരൾച്ച, ചർമ്മരോഗങ്ങൾ എന്നിവ അകലും. കാർഷിക അറിവുകൾ, വർഗീസ് മുള്ളൂരുമായുള്ള അഭിമുഖം എന്നിവയാണ് കിസാൻ വാണിയിൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. Hoya, 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 hoya.